നമസ്കാരം. 2 ദിവസമായി നടന്നു വരുന്ന ഒരു കൗണ്ട് ഡൗൺ പരിപാടിയുടെ വിശദാംശങ്ങളാണ് 165 ദിവസം സെലിംഗമൻട്രിയുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുന്നത്. പലരും അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനൊരു ക്യാമ്പയിൻ തുടങ്ങിയ വിവരം. ഇനി 6 ദിവസം, ഇനി 5 ദിവസം, ഇനി 4 ദിവസം ഒരു പ്രത്യേക കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ കൗണ്ട് ഡൗണിലൂടെ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളത് പ്രേക്ഷകരും ജനങ്ങളുമൊക്കെ വളരെ താല്പര്യത്തോടെ നോക്കിയിരിക്കുന്ന വിഷയമാണ്. തുറമുഖവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, അതിനകത്തൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷേ എന്താണ് വിഷയം? അടുത്ത 4 ദിവസത്തിനുള്ളിൽ എന്താണ് പുതുതായി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്? അങ്ങനെ 2 ദിവസത്തെ പ്രചരണം കഴിഞ്ഞു. 3-ാമത്തെ ദിവസമായപ്പോൾ കുറേ പേർ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ 4 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത്? എന്ത് വിവരമാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്? കാർത്തു എ എസ് പറയുന്നത്, കംപ്ലീഷൻ ഓഫ് ഫേസ് 1 ബ്രേക്ക് വാട്ടർ കൺസ്ട്രക്ഷൻ 2960 മീറ്റേഴ്സ്, 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ പൂർത്തിയാകുന്ന ദിവസമായിരിക്കും ഈ കൗണ്ട് ഡൗണിൻ്റെ ഒടുവിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ അറിഞ്ഞു. ഏകദേശം ബ്രേക്ക് വാട്ടറിൻ്റെ അവസാന ലാപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2960 മീറ്ററാണ് ഫിനിഷ് ചെയ്യേണ്ടത്. നേരത്തെ 3100 എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിലല്പം കുറവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാണോ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കൗണ്ട് ഡൗണിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? കാത്തിരുന്ന് കാണുക. അജോളിൻ രാജു പറയുന്നത്, വിഴിഞ്ഞം പോർട്ട് വിൽ ഗെറ്റ് ഇറ്റ്സ് ISPS കോഡ്. ഇപ്പോൾ ഈ ക്രൂ ചേഞ്ച് നടക്കുന്ന സമയത്ത് അത് നിർത്തിവെക്കുന്നതിന് ഒരു കാരണമായിട്ട് പറഞ്ഞത് ഇവിടെ ISPS കോഡില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചു ISPS കോഡ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ISPS കോഡ് എവിടെയാണ് കിട്ടിയത്? ഫിഷിംഗ് ഹാർബറിലാണോ കിട്ടിയത്? ക്രൂ ചേഞ്ച് നടന്നുകൊണ്ടിരുന്ന സ്ഥലത്താണോ കിട്ടിയത്? കണ്ടെയ്നർ ടെർമിനലിലാണോ കിട്ടിയത്? അവ്യക്തതയുണ്ട്. അജോളിൻ രാജിന് അവ്യക്തത ഉള്ളതുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് വിൽ ഗെറ്റ് ഇറ്റ്സ് ISPS കോഡാണ് ഈ 4 ദിവസത്തിനുള്ളിൽ കിട്ടാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. അടുത്തത് വാസുദേവൻ CB ആണ്. ഫസ്റ്റ് കമേഴ്ഷ്യൽ കണ്ടെയ്നർ ഷിപ്പ് ടു അറൈവ് അറ്റ് വിഴിഞ്ഞം പോർട്ട്. നമ്മൾ ആരും അറിയാതെ ആദ്യത്തെ കപ്പൽ വരാൻ പോകുന്നു എന്നാണ് വാസുദേവൻ പറയുന്നത്. 4 ദിവസത്തിനുള്ളിൽ വിഴിഞ്ഞത്തെ ആദ്യത്തെ കമേഴ്ഷ്യൽ, ഇവിടെ ഷെൻഹുവ ക്രെയിനുമായിട്ടൊക്കെ വന്നു, അത്തരം പല കപ്പലുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കമേഴ്ഷ്യൽ കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞത്ത് വരാൻ പോകുന്നതാണ് ഈ കൗണ്ട് ഡൗണിൻ്റെ ഒടുവിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് വാസുദേവൻ്റെ നിരീക്ഷണം. ഏതാണ്ട് അത് തന്നെയാണ് പ്രവീൺ പോളും പറയുന്നത്. 100 days കൗണ്ട് ഡൗൺ ഫോർ ഫസ്റ്റ് കമേഴ്ഷ്യൽ ഷിപ്പ് അറൈവൽ. ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളാണോ എന്നറിയില്ല. രണ്ടുപേരുടെയും നിഗമനം ഏകദേശം ഒരുപോലെയാണ്. ആദ്യത്തെ കമേഴ്ഷ്യൽ ഷിപ്പ് വരുന്നതിൻ്റെ കൗണ്ട് ഡൗൺ ആണ് നമ്മളിപ്പോൾ 4-5 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പ്രേക്ഷകർക്ക് പ്രതികരിക്കാം. എന്താണ് ഈ 2-3 ദിവസം? നമ്മളിപ്പോൾ ആദ്യത്തെ ദിവസത്തെ 6 ദിവസമുള്ളപ്പോൾ ഒരു പോസ്റ്റർ പ്രചരണം നടത്തി, 5 ദിവസമുള്ളപ്പോൾ ഒരു പ്രചരണം നടത്തി, ഇനി 4 ദിവസമുള്ളതിൻ്റെ പ്രചരണം ഇന്ന് നടത്തുന്നുണ്ട്. 3, 2, 1 അങ്ങനെ നമുക്ക് അവസാന ദിവസം എന്താണ് ഈ കൗണ്ട് ഡൗണിൻ്റെ ഫലം എന്നറിയാൻ പറ്റും. എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നലെ നമ്മുടെ മുമ്പിലൂടെ 3 ലോകത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേരുകളുള്ള 3 കപ്പലുകൾ കടന്നുപോയി. ഒരെണ്ണം സാൻ ഫ്രാൻസിസ്കോ ബ്രിഡ്ജ്, JNPTയിൽ നിന്ന് കൊളംബോയിലോട്ടാണത് പോയത്. സാൻ ഫ്രാൻസിസ്കോ അറിയാമല്ലോ, അമേരിക്കയിലെ പ്രശസ്തമായ നഗരമാണ്. രണ്ടാമത്തെ റോട്ടർഡാം, അത് തിരിച്ച് കൊളംബോയിൽ നിന്ന് JNPT. എല്ലാം ഈ കൊളംബോ ബന്ധങ്ങളുള്ള യാത്രകളാണ് നമ്മുടെ മുമ്പിലൂടെ കൂടുതലും പോകുന്നത്. റോട്ടർഡാം നെതർലൻഡ്സിലെ എണ്ണപ്പെട്ട പോർട്ട് നഗരമാണ്. മിക്കവാറും വിഴിഞ്ഞം റോട്ടർഡാം ആയിരിക്കും ഇനിയുള്ള കാലത്തെ ഏറ്റവും കൂടുതൽ സഞ്ചാരം നടക്കാൻ പോകുന്ന പോർട്ട്. 3-ാമത്തത് യൊക്കോഹോമ, MSC യൊക്കോഹോമ അറിയാമല്ലോ, ജപ്പാനിലെ പ്രധാനപ്പെട്ട പോർട്ട് നഗരമാണ്. യൊക്കോഹോമയിൽ നിന്നാണ് നമ്മുടെ മേഴ്സ്ക്
ഏറ്റവും കൂടുതൽ മെത്തനോൾ ബങ്കറിങ്ങിന് കരാർ ഏർപ്പെട്ടിരിക്കുന്നത് യൊക്കോഹോമയാണ്. യൊക്കോഹോമ കോർപ്പറേഷൻ, മിറ്റ്സുബിഷി കെമിക്കൽ ഗ്യാസ് കമ്പനി അവരുമായിട്ട് ചേർന്നാണ് മെത്തനോളിൻ്റെ ബങ്കറിങ് ആ പോർട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ MSC യൊക്കോഹോമ എന്ന് പറയുന്ന കപ്പൽ കടന്നു പോകുമ്പോൾ 7850, വലിയ വലിപ്പമുള്ള കപ്പലല്ല, 7850 കണ്ടെയ്നർ കപ്പാസിറ്റി, 800 റീഫർ കണ്ടെയ്നേഴ്സ്. അതെവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഒറിജിനും ഡെസ്റ്റിനേഷനും കാണുന്നത്. ഡെസ്റ്റിനേഷൻ നമുക്കറിയാം, ഒറിജിൻ എന്ന് പറയുന്നത് പോർട്ട് ലൂയിസ്, മൗറീഷ്യസ്. ഇപ്പം എല്ലാം ഈ ആഫ്രിക്ക ചുറ്റി വരുന്നത് കാരണമായിട്ടുള്ള ഒരു യാത്രയാണോ അതോ പോർട്ട് ലൂയിസ് എന്ന് ഒറിജിനേറ്റ് ചെയ്തതാണോ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോർട്ട് ലൂയിസിൽ നിന്ന് കൊച്ചിയിലോട്ടാണ് ആ യാത്ര. നമ്മുടെ മുമ്പിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ യാത്ര കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പുതിയ പാത തിരുവനന്തപുരത്തിൻ്റെ മുമ്പിലൂടെയാണ് പോകുന്നത്. ഈ മാൽദീവ്സ് ചുറ്റി, ഈ ലക്ഷദ്വീപിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം കപ്പലുകളിപ്പോൾ മാൽദീവ്സ് ചുറ്റിയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു. അപ്പോൾ തിരുവനന്തപുരമാണ് ആദ്യം വരുന്ന പോർട്ട്. വിഴിഞ്ഞമാണ് അങ്ങനെ ഒരു റൂട്ടിൽ പ്രധാനപ്പെട്ട പോർട്ടായിട്ട് മാറാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റൂട്ട് ഈ ഇടക്കാലത്ത് കൊച്ചിയിൽ നിന്ന് ഹുണ്ടായി സിംഗപ്പൂർ എന്ന് പറയുന്ന കപ്പലും ഇതേ റൂട്ടിൽ കൂടിയാണ് ആഫ്രിക്ക ചുറ്റിപ്പോയത്. ഇപ്പോൾ പോർട്ട് ലൂയിസിൽ നിന്ന്, മൗറീഷ്യസിലെ ഒരു പ്രധാനപ്പെട്ട പോർട്ടാണ് പോർട്ട് ലൂയിസ്. പോർട്ട് ലൂയിസിൽ നിന്ന് 7-ാം തീയതി 7/2/24 തിരിച്ച കപ്പൽ ഇന്ന് കൊച്ചിയിലെത്തുമായിരിക്കും. അപ്പോൾ അങ്ങനെ 3 കപ്പലുകളെ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ MSC യൊക്കോഹോമയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. 2070 നോട്ടിക്കൽ മൈലാണ് പോർട്ട് ലൂയിസും കൊച്ചിയും തമ്മിലുള്ള ദൂരം. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലൂടെ പോകുമ്പോൾ ചില പ്രത്യേകതകൾ ഉള്ളത് കാരണമാണ് ഈ 3 കപ്പലുകളും ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. എന്തോ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതാണ് നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ അവസ്ഥ. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന മഹത്തായ സ്ഥാപനം 1961 തുടങ്ങിയത്. ഏകദേശം 63 കൊല്ലമൊക്കെ കഴിഞ്ഞു. ഏതാണ്ട് ലോകം മുഴുവൻ കീഴടക്കേണ്ട ഒരു സ്ഥാപനമായിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇപ്പോൾ മണ്ണിട്ടാൽ കാണാൻ പറ്റാത്ത പരുവത്തിലായിരിക്കുന്നു. നാട്ടുകാർ മുഴുവൻ അന്വേഷിക്കുകയാണ്, ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഷിപ്പിംഗ് ലൈനർ വേണം, ആഗോളതലത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു ഷിപ്പിംഗ് ലൈൻ വേണം. എന്താണ് കാര്യം? റെഡ് സീയിലെ, ചെങ്കടലിലെ പ്രതിസന്ധി കയറ്റുമതിക്കാരെ വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. ഇറക്കുമതിക്കാരുടെയും കൺസ്യൂമേഴ്സിൻ്റെയും പ്രശ്നം ആരും പറയുന്നില്ല. അത് നമ്മുടെയൊക്കെ തലവേദന ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ല. കയറ്റുമതിക്കാർക്ക് വലിയ പ്രശ്നവും പ്രതിസന്ധിയുമാണ്. വിത്ത് ദ റെഡ് സീ ക്രൈസിസ് ഹേർട്ടിംഗ് വേൾഡ് ട്രേഡ്, India's manufacturers and exporters are feeling the pain of soaring shipping and insurance costs. കയറ്റുമതിയിലും ആൻഡ് ഇൻഷുറൻസിലും ഭീകരമായ തുക വർധനവ് വന്നിരിക്കുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ അൺകോമ്പറ്റീറ്റീവ് ആകുന്നു ഇന്ത്യൻ എക്സ്പോർട്സ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇന്ത്യ സ്വന്തമായിട്ടൊരു ആഗോളതലത്തിലുള്ള ഒരു ഷിപ്പിംഗ് ലൈൻ വേണം. അപ്പോൾ നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ നമ്മുടെ സെയിലിംഗ് കമൻട്രിയിലെ ചില പ്രേക്ഷകരും ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ആരാധകരായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ സെയിലിംഗ് കമൻട്രി വിമർശിച്ചപ്പോൾ തിരിച്ചുള്ള വിമർശനമായിരുന്നു. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആനയാണ്, പൂനെയാണ്, എത്രയോ കപ്പലുകളുണ്ട്. ഈ നാട്ടുകാർക്ക് ഉപകാരമില്ലാത്ത ഏത് കപ്പലുകളാണ്, ഏത് സ്ഥാപനമാണ്? ഇപ്പോൾ വ്യാപാരികളും എക്സ്പോർട്ടേഴ്സും ചോദിക്കുന്നുണ്ടല്ലോ, എന്താ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മറുപടി പറയാത്തത്? അതിലൊന്നും ജനങ്ങൾക്ക് വിശ്വാസമില്ല, ഇവിടുത്തെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് വിശ്വാസമില്ല. ആ പരുവത്തിലായി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതുകൊണ്ട് ഒരു പുതിയ ലൈനർ വേണം അവർക്ക്. The situation has renewed the demand from some quarters that the country build a shipping line of global repute to protect domestic business. ആഭ്യന്തര വിപണിയിലെ കച്ചവടക്കാരെയും കയറ്റുമതിക്കാരെയൊക്കെ സഹായിക്കുന്ന തരത്തിൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഗ്ലോബൽ ഷിപ്പിംഗ് ലൈൻ വേണം. അപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പരാജയമാണെന്ന് സമ്മതിച്ചല്ലോ. നാട്ടുകാരുടെ പണമെടുത്ത് ദീപാവളി കളിച്ച് ഈ പരുവത്തിലായ ആ കോർപ്പറേഷൻ ഇന്നാട്ടുകാർക്ക് ഒരു പ്രയോജനവുമില്ലാത്ത പരുവത്തിലായി എന്നിപ്പോൾ വ്യാപാരി സമൂഹം തന്നെ, കയറ്റുമതി സമൂഹം തന്നെ പറയുന്നു. A lot of experts have highlighted the need for the country to have its own shipping line. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് ഇന്ത്യക്ക് ഒരു ഷിപ്പിംഗ് ലൈൻ ഇല്ല. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആക്രി സ്ഥാപനമാണെന്നും അതുകൊണ്ട് ഇന്ത്യക്ക് പ്രത്യേക പ്രയോജനമില്ലെന്നുമാണ് സെയിലിംഗ് കമൻട്രി പറയുന്നതല്ല, ട്രേഡിംഗ് കമ്മ്യൂണിറ്റി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നു.
ഇതിനൊക്കെ ഈ വെള്ളാനകളെയൊക്കെ തീറ്റിപ്പോറ്റി നികുതിദായകൻ്റെ പണം മുടിച്ചതല്ലാതെ ഒരു ക്രൈസിസിൽ ഉപകാരപ്പെടാതെ പോകുന്നതാണ് ഇത്തരം സ്ഥാപനങ്ങൾ. പറ്റില്ലെങ്കിൽ സ്വകാര്യ മേഖലയ്ക്കെങ്കിലും കൊടുക്കുക. എയർ ഇന്ത്യ കൊടുത്തതുപോലെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്ത് നാട്ടുകാരുടെ ഭാരം അല്പമെങ്കിലും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക.